ദൈവം യോശുവയോട് അരുളിച്ചെയ്തു, നീ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കേണ്ടതിന് ദൈവവചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൽ നിലനിന്നാൽ, വചനപ്രകാരം നിങ്ങൾ ജീവിച്ചാൽ, വിശുദ്ധി കാത്തു സൂക്ഷിച്ചാൽ, നിങ്ങൾ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കും. ദൈവം യോശുവയോട് പറഞ്ഞു, ദൈവവചനത്തെ നിരാപ്പകൽ ധ്യാനിക്കണം, അതിൻ്റെ നാവിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അങ്ങനെയെങ്കിൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. പ്രിയപ്പെട്ടവരെ, വചനത്തിലാണ് നമുക്ക് വേണ്ട എല്ലാ നന്മകളും ദൈവം മറച്ചു വച്ചിരിക്കുന്നത്. നാം പാർക്കുന്ന ഭൂമി എങ്ങനെയാണ് ഉണ്ടായത്? ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കിനാലാണ്. അതിനെയാണ് വചനമെന്ന് പറയുന്നത്. നാം ഈ ഭൂമിയിൽ കാണുന്ന സകല ചരാചരങ്ങളും എങ്ങനെയാണ് ഉണ്ടായത്? അത് വചനത്തിൻ്റെ ശക്തിയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ നന്മകളും വചനത്തിനകത്താണ്. ദൈവം പറയുന്നത് പോലെ അച്ചടക്കത്തോടെ, അനുസരണത്തോടെ, വിശുദ്ധിയോടെ, പരമാർത്ഥതയോടെ ദൈവത്തെ സേവിച്ചാൽ, ദൈവത്തിൻ്റെ വിശുദ്ധ വഴിയിൽ നടന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാകും. നമ്മെ അനുഗ്രഹിക്കുന്നത് ഉയർന്നവരാണ്. ഈ ഭൂമിയിലെ സകല മനുഷ്യർക്കും അനുഗ്രഹം വരുന്നത് ഉയരത്തിൽ നിന്നാണ്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശുഭമായിരിക്കും. ദൈവവചനം വിട്ട് മാറരുത്. വചനം വിട്ട് മാറരുതെന്ന് പറയുമ്പോൾ ദൈവം യോശുവയോട് പറഞ്ഞു, യോശുവേ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ വചനമാണ് ദൈവം യോശുവയ്ക്ക് കൊടുത്തത്. ഞാൻ കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കും. നീ ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. പ്രിയപ്പെട്ടവരെ, വചനം വിട്ട് മാറരുതെന്ന് പറയുമ്പോൾ ദൈവം കൂടെയുണ്ട് എന്ന വചനത്തിലുള്ള വിശ്വാസം വിട്ട് മാറരുത്. നിങ്ങളോട് കൂടെ ദൈവമുണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്നൊരു ധൈര്യമില്ലേ? അത് ദൈവം തരുന്നതാണ്. ദൈവം കൂടെ ഉള്ളത് കൊണ്ട് കിട്ടുന്നതാണ്. ഇങ്ങനെയാണ് യോശുവ തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത്. ദൈവം യോശുവയോട് കൂടെ കൂടെ പറഞ്ഞു, ഞാൻ കൂടെയുണ്ട്. ലക്ഷക്കണക്കിന് ഇസ്രായേൽ മക്കളുടെ നടുവിൽ പ്രാഗൽഭ്യത്തോടെ യോശുവ വിളിച്ചു പറഞ്ഞു, ഇസ്രായേൽ മക്കളെ, ദൈവം നമ്മുടെ നടുവിലുണ്ട്. ജീവനുള്ള ദൈവം നമ്മുടെ നടുവിലുണ്ട്. ആ ദൂത് ഏറ്റെടുത്ത് വിശ്വസിച്ച് മുൻപോട്ട് നീങ്ങിയപ്പോഴാണ് മരണ യോർദാൻ വഴിമാറിയത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുൻപിലെ തടസ്സങ്ങളൊക്കെ വഴിമാറും, അസാധ്യതകൾ വഴിമാറും. നിങ്ങൾ വചനത്തിൽ നിലനിന്നാൽ, വചനത്തെ വിശ്വസിച്ചാൽ തടസ്സങ്ങളൊക്കെ മാറും, ചരിത്രങ്ങൾ മാറും. വിശ്വസിക്കുക. നീ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കും. നീ പോകുന്നിടത്തൊക്കെയും നിന്റെ ദൈവം കൂടെയുണ്ട്. എൻ്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. വിശ്വാസത്തോടെ വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.